മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ദാനമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വരമാണ്. ആ മനുഷ്യൻ എങ്ങനെ ഭൂമിയിൽ ജീവിക്കണം എന്നതിൻ്റെ മാതൃകയാണ് യേശു കർത്താവിൻ്റെ ജീവിതം. മനുഷ്യത്വം നിറഞ്ഞതായ ഒരു ജീവിതം, അതാണ് ദൈവം തമ്പുരാൻ നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. യേശു കർത്താവിൻ്റെ മനുഷ്യത്വം സുമാനുഷ്യം എന്ന വാക്കുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുമാനുഷ്യം എന്ന് പറഞ്ഞത് ഒരുവനിലെ മനുഷ്യത്വം വിടർന്നും പരന്നും സ്വരൂപം നൽകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതായ ഒരു മനോഭാവമാണ്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവിൻ്റെ മനുഷ്യത്വം താൻ സഞ്ചരിച്ചതായ പാദങ്ങളിലും ഇടപെട്ടതായ ഇടങ്ങളിലും ഒക്കെ സ്വരൂപം നൽകുന്നതായ ഒരു വലിയ മാതൃകയായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു. യേശു കർത്താവിൻ്റെ 3 വർഷക്കാലത്തെ ശുശ്രൂഷ വേദോസ്തവമായി പഠിപ്പിക്കുന്നത് ഈ തരത്തിൽ യേശു കർത്താവിൻ്റെ ജീവിതം അനേകർക്ക് സൗരഭ്യം നൽകുന്ന തരത്തിൽ ആയി മാറി. തൻ്റെ ജീവിതം ഇടപെട്ട മേഖലയിലും ഇടപെട്ട വ്യക്തികൾക്കെല്ലാം തന്നിൽ നിന്നും ഒരു പൂർണ്ണ മനുഷ്യത്വം ലഭ്യമാകുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവ് നമുക്ക് മുമ്പേ മാതൃകയായി പോയതായ വഴികൾ ഈ നോമ്പുകാലങ്ങളിൽ നമുക്ക് സഞ്ചരിക്കുന്ന വഴികളായി തീരുന്നു. നമ്മൾ മുമ്പോട്ട് ജീവിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് കാണിച്ചു തന്നിരിക്കുന്നതായ മനുഷ്യത്വം നമ്മളിൽ ഉടലെടുക്കുവാനും നമ്മൾ നോമ്പുകാലങ്ങൾ ഇടപെടുന്നതായ മേഖലയിലെ വ്യക്തികളോട് മനുഷ്യത്വം നിറഞ്ഞതായ സമീപനം ഉണ്ടാവാൻ തക്കണം ഇടയായി തീരണം. കർത്താവ് ധാരാളം പേരെ സൗഖ്യമാക്കി, ധാരാളം പേരുടെ കൂടെ നടന്നു, ധാരാളം പേർക്ക് സ്വാതന്ത്ര്യം നൽകി. ഇതെല്ലാം യേശു കർത്താവിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തുന്നതായ സൗരഭ്യവാസനയായിരുന്നു. ധാരാളം പേർക്ക് ആശ്വാസം ലഭിക്കത്തക്കോണം കർത്താവിൻ്റെ ജീവിതം നമുക്ക് മാതൃകയായിട്ടിരിക്കുന്നു. വളരെ ചുരുങ്ങിയതായ 33 വർഷക്കാലം, എന്നാൽ ഈ ചുരുങ്ങിയ കാലയളവിൽ ഈ ഭൂമിക്ക് തന്നെ സൗരഭ്യം നൽകുന്നതായ ഒരു ജീവിതമായി കർത്താവിൻ്റെ ജീവിതം മാറി. ഇതായിരിക്കട്ടെ ഈ നോമ്പുകാലത്ത് നമ്മുടെ സൗരഭ്യവാസന